നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭിന്നശേഷിത്വമില്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഭിന്നശേഷിക്കാരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉൾപ്പെടെയുള്ള ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. വിളയൂർ ബഡ് സ്കൂളിന് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഹമ്മദ് മുഹസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ചാണ് വിളയൂർ ബഡ്സ് സ്കൂളിന് ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒന്നുകൂടിയാണ് വിളയൂരിലേത്. വിളയൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഭിന്നശേഷി വിഭാഗക്കാരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തതയ്ക്കായി സ്വയം സഹായ സഹകരണ സംഘങ്ങളുടെ നെറ്റ്വർക്കായ സുശക്തി പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. നമ്മുടെ ഭിന്നശേഷി മക്കളുടെ ശാക്തീകരണവും പുനരധിവാസവും മുൻനിർത്തി ബഹുമാനപ്പെട്ട MLA ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനാവലിയെ സാക്ഷി നിർത്തി നമ്മുടെ ബഡ് സ്കൂൾ 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സങ്കടങ്ങളും നിവൃത്തികേടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പല കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി ശാക്തീകരിക്കുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാനും സമൂഹത്തിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സഹായങ്ങൾ ഭിന്നശേഷിക്കാരുൾപ്പെടെ അനുകൂലീകരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുക എന്നുള്ളതിന് പ്രധാന പരിഗണന തന്നെ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തടസ്സരഹിത കേരളം, ബാരിയർ ഫ്രീ കേരള എന്നുള്ള സങ്കല്പനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമൂഹത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് പ്രചോദനം കുറിച്ച കുടുംബശ്രീ പദ്ധതി പോലെ ഭിന്നശേഷി മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സുശക്തി പദ്ധതിക്ക് കഴിയുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും ഇനിയും മാറ്റം വരേണ്ടതുണ്ട്. ഭിന്നശേഷിത്വമില്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണം. അവർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കണം. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ്, വൈദഗ്ധ്യ പോഷണത്തിനും തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുമെല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. നിഷ്, നിബ്മർ, ഐക്കോൺസ് തുടങ്ങി വളരെ അഭിനന്ദനീയമായ നിലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന തൊഴിലിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായിട്ട് കാണുകയാണ്. അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കകം പ്രചോദനം എന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് അവർക്ക് അഭിരുചി തോന്നുന്ന വിഷയത്തിൽ തന്നെ സ്കില്ല് നൽകിക്കൊണ്ട് പുനരധിവസിപ്പിക്കാൻ, തൊഴിലവസരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ഇന്നിപ്പോ നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ട്. പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭിന്നശേഷിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം ഈ ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സിലുണ്ട്. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധ പദ്ധതിയുടെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെയാണ് മന്ത്രിയെ സ്വീകരിച്ചാനയിച്ചത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ S. ആബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സരിത, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അശ്വതി, പട്ടാമ്പി അഡീഷണൽ DPO ഷഹനാസ്, ബഡ് റിഹാബിലിറ്റേഷൻ പ്രധാനാധ്യാപിക മറിയ ഹമീദ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിളയൂരിൽ ഭിന്നശേഷിക്കാരുടെ ബാൻഡ് വാദ്യ സംഘത്തിന്റെ സമർപ്പണം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. 15-അംഗ സംഘമാണ് ബാൻഡ് വാദ്യത്തിൽ കൊട്ടിക്കയറുന്നത്. വിളയൂരിൽ ഇനി ഭിന്നശേഷിക്കാരുടെ ബാൻഡ് വാദ്യ സംഘവും. മന്ത്രി ആർ ബിന്ദു ഭിന്നശേഷിക്കാരുടെ ബാൻഡ് വാദ്യ സംഘത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. വിളയൂരിലെ ബഡ്സ് സ്കൂളിന്റെ പുതിയ കെട്ടിടോദ്ഘാടന ചടങ്ങിലായിരുന്നു ഭിന്നശേഷിക്കാരുടെ ബാൻഡ് വാദ്യ സംഘത്തിന്റെ അരങ്ങേറ്റമുണ്ടായത്. മന്ത്രി ആർ ബിന്ദുവിനെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ഭിന്നശേഷിക്കാർ കെട്ടിടോദ്ഘാടന ചടങ്ങിലേക്ക് വരവേറ്റത്. പതിനഞ്ചംഗ സംഘമാണ് ബാൻഡ് വാദ്യത്തിൽ പരിശീലനം നേടിയത്. 10 ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ബാൻഡ് വാദ്യ സംഘം പുറത്തിറങ്ങിയത്. ആകാശ് ആറങ്ങോട്ടുകരയാണ് പരിശീലകൻ. വാദ്യ ഉപകരണങ്ങൾക്കും യൂണിഫോമിനുമായുമെല്ലാം 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്താണ് ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കിയത്. ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെറിയ വരുമാനം ലക്ഷ്യമാക്കുകയുമാണ് ഇത്തരം പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബഡ്സ് സ്കൂൾ അധികൃതരും ഗ്രാമപഞ്ചായത്തും അറിയിച്ചു. കീബോർഡിലും ഇവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പുറത്തുള്ള പരിപാടികൾക്കും ഈ സംഘത്തിന് അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം. ഭിന്നശേഷിക്കാരുടെ ബാൻഡ് വാദ്യ സംഘം വിളയൂർ ഗ്രാമത്തിന് വേറിട്ട കാഴ്ച കൂടിയായി. മന്ത്രി ആർ ബിന്ദുവും ബാൻഡ് വാദ്യ സംഘത്തെ പ്രശംസിച്ചു. തൃത്താല മേഖലയിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണം. പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂരിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് തെരുവുനായുടെ കടിയേറ്റു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പടിഞ്ഞാറങ്ങാടി ഗോഖലെ സ്കൂളിന് സമീപത്തായി 3 പേർക്ക് തെരുവുനായുടെ കടിയേറ്റത്. 53 വയസ്സുള്ള പുലാക്കൽ സതി, 3 വയസ്സുകാരൻ ഐബൽ, 78 വയസ്സുള്ള ലീല എന്നിവർക്കാണ് കടിയേറ്റത്. ഒതളൂർ പ്രദേശത്തെ ഒരാൾക്കും കടിയേറ്റിട്ടുണ്ട്. കടിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. കടിയേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ മുന്നറിയിപ്പ് നൽകി. തൃത്താല നിയോജകമണ്ഡലത്തിലെ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരുവുനായയുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇന്ന് കല്ലടത്തൂർ ഗോഖലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിരവധി പേർക്ക് പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട്. ഇതിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യം വീടിനകത്ത് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ച് 3 വയസ്സുകാരന് കടിയേറ്റത് വളരെ അത്യന്തം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടിയന്തരമായി സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ABC പ്രോഗ്രാം ശക്തമായി കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയാണ് നിലവിലുള്ളത്. 5 രൂപ നാണയമെന്ന് കരുതി പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ അബദ്ധത്തിൽ നൽകിയത് 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ നാണയം. ഒടുവിൽ കൈമാറിപ്പോയ 1 പവൻ കണ്ടെത്തി നൽകി കുട്ടനാട് സ്വദേശി രവി കുന്നത്ത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണ നാണയം തിരികെ എടുത്തുവരുന്ന വഴിയിൽ അച്ഛന് മരുന്ന് വാങ്ങാനാണ് കൂറ്റനാട് സ്വദേശിനിയായ പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറിയത്. 5 രൂപ നാണയത്തിനോടൊപ്പം സ്വർണ്ണ നാണയവും ബിൽ തുകയായി കടക്കാരന് നൽകി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. പരിഭ്രാന്തിയായ പെൺകുട്ടി പാലക്കാട് പോലീസ് ഓഫീസറായ സഹോദരനെ വിവരമറിയിച്ചു. സഹോദരൻ സുഹൃത്തും പൊതുപ്രവർത്തകനുമായ രവി കുന്നത്തിനോട് കാര്യം പറയുകയായിരുന്നു. രവി തന്റെ സുഹൃത്ത് അജയനുമൊത്ത് കൂറ്റനാട്ടെ മെഡിക്കൽ സ്റ്റോറിലെത്തി കാര്യമറിയിച്ചു. മെഡിക്കൽ സ്റ്റോർ ഉടമയും 10 രൂപ നാണയമാണെന്ന് കരുതി തുക മേശയിൽ വെക്കുകയായിരുന്നു. പിന്നീട് കടയിൽ വന്ന ആർക്കോ നാണയങ്ങൾ കൊടുത്തെന്നും പറഞ്ഞു. ഉടൻ നിരീക്ഷണ ക്യാമറ പരിശോധിച്ച് കടയിൽ വന്നുപോയവരുടെ പട്ടികയെടുത്തു. തുടർന്ന് കൂറ്റനാടുള്ള ഒരാളുടെ കൈവശം നിന്ന് സ്വർണ്ണ നാണയം കണ്ടെത്തുകയായിരുന്നു. കുട്ടിയുടെ നാട്ടിൽ ഇത് അന്വേഷിച്ചു, എവിടെ നിന്നൊക്കെയാണോ സാധനം വാങ്ങിച്ചത്, അല്ലെങ്കിൽ എന്താണ് ചായ കഴിച്ചോടത്തൊക്കെ പോയിട്ട് കുട്ടി അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ സാധനം അവിടെ കിട്ടിയില്ല. അപ്പോഴാണ് ഈ കുട്ടിക്ക് ഓർമ്മ വരുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 735 രൂപ മരുന്ന് വാങ്ങിച്ചിട്ട് 5 രൂപയുടെ കോയിൻ അവിടെ നൽകിയത്. ആ കുട്ടി അതേ ഓട്ടോറിക്ഷയിൽ തിരിച്ചു വന്ന് കുട്ടനാട് മെഡിക്കൽ സ്റ്റോർ ഉടമസ്ഥനോട് പറയുകയാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ 1 മണിക്കൂറിനിടയിൽ നിരവധി ആളുകൾ അവിടെ വന്നിട്ട് മരുന്ന് വാങ്ങി പോയത് കൊണ്ട് അവർക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വ്യക്തി സമ്മതി സ്വർണ്ണ കോൺട്രാക്ട് അറിയിച്ചു. 5 രൂപ ഉണ്ടോ വെച്ച് പോറ്റിൽ നിർത്തും. 5 രൂപ വന്നപ്പോൾ അപ്പോഴാണ് ഇത് സ്വർണ്ണ കോയിൻസ് ആണ്. ഞങ്ങൾ അതേപോലെ തന്നെ സ്പീഡിൽ വന്ന് ഇവിടെ കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടി ആകെ അറിഞ്ഞിരിക്കുന്നു ഇത് പോയി കഴിഞ്ഞിരിക്കും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് അവസാനിച്ചു. അല്ല സമയം വൈകിയാൽ കയ്യിൽ നിന്ന് പോയത്.
പിന്നീട് മെഡിക്കൽ സ്റ്റോറിന് സമീപം കാത്തുനിന്ന പെൺകുട്ടിക്ക് സ്വർണ്ണ നാണയം കൈമാറി. ചാലിശ്ശേരി മൂക്കിലെ പീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിവിൽ പോലീസ് ഓഫീസർ ജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PV രജീഷ് അധ്യക്ഷത വഹിച്ചു. ബാബു നാസർ, AM നൌഷാദ്, EV സക്കീർ, പ്രദീപ് തയ്യക്കാട്ടിൽ, TM സലീം, പ്രദീപ് ചെറുവാശ്ശേരി, TM നാസർ, EV അലിമോൻ, MY അബ്ബാസ്, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനാചരണം സംഘടിപ്പിച്ചു. പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തിയത്. വ്യാപാരി ഫൗണ്ടേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി പതാക ഉയർത്തി. തുടർന്ന് വ്യാപാരി ദിന സന്ദേശവും കൈമാറി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻ, ട്രഷറർ അബുലൈസ്, വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ശാന്തിനി പ്രവീൺ, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഷീല പ്രസാദ്, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി KP ഖാദർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K യൂസഫ് അലി, മണികണ്ഠ മേനോൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ദേശീയ തലത്തിൽ ഉള്ള ഒരു ദിനം ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളും ഗവൺമെൻറ്റുകൾക്ക് യാതൊരുവിധ ശമ്പളവുമില്ലാതെ നിശ്ചയിക്കപ്പെട്ട നികുതികൾ കൃത്യമായി പിരിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗമായ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ വ്യവസായികൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയും മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും നൽകുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഏറ്റവും പ്രധാനമായിട്ടതിൽ ഇപ്പോൾ നമുക്കൊക്കെ കച്ചവട മാന്ദ്യം എന്ന് പറയുകയാണെങ്കിൽ ഓൺലൈൻ്റെ ബിസിനസ് അതിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെ തന്നെ ഉള്ള ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെങ്ങ് കൃഷിക്കുള്ള ജൈവവള വിതരണ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി, പാടശേഖര സമിതി അംഗങ്ങൾ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തെങ്ങിനുള്ള ജൈവവള ആനുകൂല്യത്തിനായി ഗ്രാമസഭകൾ വഴി അപേക്ഷകൾ സമർപ്പിച്ച കർഷകർ ഈ വർഷത്തെ ഭൂനികുതി അടച്ച രസീത് കോപ്പിയുമായി കൃഷിഭവനിൽ എത്തി ജൈവവള ആനുകൂല്യം കൈപ്പറ്റണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. 4,20,000 രൂപ മാറ്റിവെക്കപ്പെടുകയും അതിൽ നിന്ന് ഗ്രാമസഭകൾ മുഖാന്തരം വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ആ ലിസ്റ്റിന് ഭരണസമിതിയുടെ അന്തിമ അംഗീകാരമായി ഒരു കിലോയ്ക്ക് 28 രൂപ എന്ന് ഉള്ള നിരക്കിലുള്ള ജൈവവളം 50% സബ്സിഡിയോടുകൂടി 14 രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടെ നൽകപ്പെടാൻ പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകരെയും സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾ മുന്നേ ഇവിടെ ഞാറ്റുവേല ചന്ത നടക്കുകയുണ്ടായി. അത്തരത്തിൽ കർഷകരെയും കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നടപടികളുമായി ഇനിയും ഭരണസമിതി മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അതിനുണ്ടാവണമെന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പ്രശ്നോത്തരി നടത്തിയത്. LP, UP, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ, ഭക്തർ, രക്ഷിതാക്കൾ എന്നിവർക്കായിരുന്നു പ്രശ്നോത്തരി ഒരുക്കിയത്. റിട്ടയർഡ് ഡയറ്റ് സീനിയർ ലെക്ചറായിരുന്ന വിജയൻ V. പട്ടാമ്പി പ്രശ്നോത്തരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാമായണത്തിലെ കഥാപാത്രങ്ങൾ, രാമായണത്തിലെ ഇതിവൃത്തം, രാമായണത്തിലെ ശ്രീരാമന്റെ ആ യാത്ര, രാമായണം ശ്രീരാമന്റെ യാത്രയാണ്, രാമന്റെ അയനമാണ്. ഏതൊക്കെ വഴിയിലൂടെയാണ് രാമൻ പോകുന്നത് എന്ന് വായിച്ച് മനസ്സിലാക്കുകയും ആ മാർഗത്തിലൂടെ നമ്മുടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തി നേടുകയുമാണ് രാമായണ പരിചയത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് രാമായണം വായിച്ചാലുള്ള ഗുണം? രാമായണ കഥയെക്കുറിച്ച് ഇവിടെ അധികം പറയുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ ചോദ്യത്തിൽ വന്നു പോയതാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ എന്തിന് രാമായണം വായിക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്.
അതൊന്ന് വായിച്ച് കേൾപ്പിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് സമയമില്ല. രാമായണം എന്തിനു വായിക്കണം? ദുഷ്ടവിനാശനം പാപമല്ലെന്നതും ഞാൻ രാമായണത്തിൻ്റെ രീതിയിൽ തന്നെ എഴുതിയേക്കണം. ദുഷ്ടവിനാശനം പാപമല്ലെന്നതും ശിഷ്ടരെ രക്ഷിക്ക വേണമെന്നുള്ളതും ശക്തിയെ കാണിച്ചു കാര്യങ്ങൾ നേടണം, അച്ഛൻ്റെ വാക്കുകൾ പാലിക്കുകയും വേണം. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മാനേജർ രാമകൃഷ്ണൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ മോഹൻദാസ്, കെ സി ഗിരീഷ്, അഡ്വക്കേറ്റ് സിനി എന്നിവർ പങ്കെടുത്തു. നിരവധി പേർ പ്രശ്നോത്തരിയിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസ് പതാക ദിനത്തിൽ വരവൂർ പഞ്ചായത്തിലെ പിലാക്കാട് നടുവട്ടത്തുള്ള 20ഓളം CPIM DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ ചേർന്നു. വരവൂർ പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിഥുൻ മുരളി അധ്യക്ഷത വഹിച്ചു. വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ യോഗം ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV വാപ്പുട്ടി കിറ്റ് ഇന്ത്യ സന്ദേശം നൽകി. ഹമീദ് വരവൂർ, ഖാദർ വെട്ടുകാട്, സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ഈ ദിനത്തിൽ വരൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽ നിന്നും CPMൽ നിന്നും ചെറുപ്പക്കാർ, DYFIയിൽ നിന്നും CPIയിൽ നിന്നും അവിടെയുള്ള ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിൻ്റെ അണിനിരന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നടുവട്ടത്തിൽ നിന്നും 13ാം വാർഡിലെ നടുവട്ടത്തിൽ നിന്നും ചെറുപ്പക്കാർ വന്നിരിക്കുകയാണ്. അവരെ ആദ്യമായിട്ടൊന്ന് സ്വീകരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചാരുതയിലേക്ക് അടുത്തേക്ക് കടന്നു വന്ന നമ്മുടെ സഹോദരങ്ങൾ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. അതിനുള്ള ഉദാഹരണമാണ് ഇവിടെ ഈ ചെറുപ്പക്കാർ അവരുടെ ചെങ്കൊടിയും ശുഭ്രപതാകയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.